തൃശൂർ മാപ്രാണത്ത് ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന വയോധികന് യുവാക്കളുടെ മർദ്ദനം. മാപ്രാണം സ്വദേശി രാജനാണ് മർദ്ദനമേറ്റത്. കടയിൽ സിഗരറ്റ് ഇല്ല എന്ന് പറഞ്ഞതിനാണ് മർദ്ദനം. രണ്ടുപേരെ പോലീസ് പിടികൂടി. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, ചെറിയ കാര്യത്തിനൊക്കെയാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നതും മർദ്ദനത്തിലേക്കൊക്കെ കാര്യങ്ങൾ കലാശിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്? വയോധികന്റെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ്? സ്വാതി, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് വെച്ചാണ് രാജൻ എന്ന് പറയുന്ന കച്ചവടക്കാരനെ യുവാക്കൾ ആയിട്ടുള്ള 2 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നതും മറ്റും. സിഗരറ്റ് ചോദിച്ച് കടയിലെത്തുകയും സിഗരറ്റ് ഇല്ല എന്ന് കടക്കാരൻ പറയുകയും ചെയ്തതാണ് ഈ മർദ്ദനത്തിന് പ്രകോപനമായിട്ടുള്ള കാര്യമെന്നുള്ളതാണ് അല്പം അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഒരു സിഗരറ്റ് ഇല്ല എന്ന് ഒരു കടക്കാരൻ പറഞ്ഞാൽ ഉടനെ കയ്യേറ്റം നടത്തുക, മർദ്ദിക്കുക എന്നുള്ളതൊക്കെ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. ഈ മർദ്ദനത്തിനൊപ്പം തന്നെ ഈ കയ്യേറ്റത്തിനിടയിൽ തന്നെ ഈ രാജൻ എന്ന് പറയുന്ന കച്ചവടക്കാരൻ്റെ മാല പൊട്ടിച്ചെടുക്കാനുള്ള ശ്രമവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സ്ഥിരം അടിപിടി കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ആളുകളാണ് ഈ ചെറുപ്പക്കാർ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. പക്ഷേ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ കൂടി സമയോചിതമായ വിഷയത്തിൽ ഇടപെടുകയും ഈ പറയുന്ന ആളുകളെ പോലീസിന് കാട്ടിക്കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തതോടുകൂടിയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിനായിട്ടുള്ളത്. ഏതായാലും ഗുരുതരമായിട്ടുള്ള സംഭവമാണിത്. ഈ യുവാക്കളായിട്ടുള്ള 2 പേരുടെ ആക്രമണത്തിൽ കാര്യമായി തന്നെ പരിക്ക് പറ്റിയ ഇദ്ദേഹം രാജൻ ചികിത്സ തേടിയിട്ടുമുണ്ട്. ഏതായാലും സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ഇരിങ്ങാലക്കുട പോലീസ് പറയുന്നത്. സ്വാതി. ശരി ലെവിൻ.